അനുരാഗ്, നിലവിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പൂജപ്പുര ജയിലിൽ എത്തിച്ചു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തുടർന്നുള്ള നടപടിക്രമങ്ങൾ എങ്ങനെയാണ്? രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഇപ്പോൾ പൂജപ്പുര ജയിലിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. ഇവിടെ പ്രവർത്തകർ തടിച്ചുകൂടിയിട്ടുണ്ട്. മുദ്രാവാക്യ വിളികളുമായി ആണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ ജയിലിലേക്ക് കടത്തിവിട്ടത്. DCC അധ്യക്ഷൻ പാലോട് രവി എത്തിയിട്ടുണ്ട്. ആ തരത്തിൽ അല്പസമയത്തിന് മുൻപാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പൂജപ്പുര ജയിലിലേക്ക് മാറ്റിയത്. നേരത്തെ ഗൗരവതരമായ കേസിൽ തന്നെയാണ്, ഗൗരവതരമായ ആരോപണം തന്നെയാണ് പ്രതിക്കെതിരെ ഉണ്ടായത് എന്നാണ് കോടതിയിൽ ജഡ്ജി പറഞ്ഞത്. ആ തരത്തിൽ ഗൗരവതരമായ കേസ് നേരത്തെ നിർഭൻ ചക്രവർത്തി സൂചിപ്പിച്ചതുപോലെ തന്നെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഗൗരവതരമായ ഒരു കുറ്റകൃത്യം തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയത്. പോലീസുകാരെ വ്യാപകമായി തെരഞ്ഞുപിടിച്ച് ആക്രമിക്കുന്നു. പൂജപ്പുര SHOയുടെ കൈക്ക് പൊട്ടലുണ്ടാകുന്നു. നിരവധി പോലീസുകാർക്ക്, വനിതാ പോലീസുകാർക്കടക്കം മാരകമായി പരിക്കേൽക്കുന്നു. സ്ത്രീകളെ മുന്നിൽ നിർത്തിയാണ് ഈ പട്ടികക്കഷ്ടവും കല്ലുകളും മാരകായുധങ്ങളും ഉപയോഗിച്ച് പോലീസുകാരെ ആക്രമിച്ചത്. അറസ്റ്റ് ചെയ്ത പ്രതികളെ പോലീസ് വാഹനം തകർത്തുകൊണ്ട് രക്ഷപ്പെടാൻ സഹായിച്ചു. ആ തരത്തിൽ നിരവധി കുറ്റകൃത്യങ്ങളാണ് അല്ലെങ്കിൽ നിരവധി ആരോപണങ്ങളാണ് റിമാൻഡ് റിപ്പോർട്ടിൽ പോലീസ് കോടതിയിൽ നൽകിയ റിമാൻഡ് റിപ്പോർട്ടിൽ ഉള്ളത്. അതിനൊപ്പം പ്രോസിക്യൂഷൻ കൃത്യമായ വാദവും ഉന്നയിച്ചു. രാഹുൽ മാങ്കൂട്ടത്തിൽ അക്രമത്തിന് പ്രോത്സാഹനം നൽകി, അണികളെ തടയുന്നതിന് പകരം പോലീസിനെ ആക്രമിച്ചു. നമുക്കറിയാം, ഏതെങ്കിലും തരത്തിൽ അത് ഈ സമരങ്ങൾ കൈവിട്ടു പോകുന്നെങ്കിൽ അതിനെ നേർവഴിക്ക് കൊണ്ടുപോകേണ്ടത് ഈ അമരക്കാരാണ്. പക്ഷേ ഈ ഇവിടെ നേരെ വിപരീതമായി അക്രമത്തിന് നേതൃത്വം നൽകിയത് രാഹുൽ മാങ്കൂട്ടത്തിലാണ്. ഈ സമരം ഉദ്ഘാടനം ചെയ്തത് പ്രതിപക്ഷ നേതാവ് VD സതീശനായിരുന്നു. VD സതീശൻ തന്നെ ഈ പ്രസംഗത്തിൽ അക്രമത്തിന് ആഹ്വാനം നടത്തിയാണ് പോയത്. നേരത്തെ ഈ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് ഒരിടത്തും ഒരു പേപ്പർ കഷ്ണം പോലും ചുരുട്ടി എറിയരുത് എന്നായിരുന്നു പ്രവർത്തകർക്ക് നിർദ്ദേശം നൽകിയിരുന്നത് എങ്കിൽ അത് മാറ്റി പറയാനാണ് താൻ വന്നത് എന്നാണ് VD സതീശൻ ഈ സമരം ഉദ്ഘാടനം ചെയ്ത് കൊണ്ട് പ്രസംഗിച്ചത്. ആ പ്രസംഗത്തിന് വലിയ കരഘോഷത്തോടെയാണ് യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകർ അത് ഏറ്റെടുത്തത്. അതിന് പിന്നാലെ VD സതീശൻ അവിടെ നിന്ന് പോവുകയും ചെയ്തു. അതിന് തൊട്ട് പിന്നാലെയാണ് പ്രവർത്തകർ അക്രമം അഴിച്ചുവിട്ടത്. യാതൊരു പ്രകോപനവുമില്ലാതെ പോലീസിന് നേരെ പാഞ്ഞെടുക്കുന്നു. പോലീസിനെ ഇത്തരത്തിൽ വലിയ മരക്കഷ്ണങ്ങളും അതുപോലെ കല്ലുകളും ഉപയോഗിച്ചുകൊണ്ട് ആക്രമിക്കുന്നു. പോലീസുകാർ ഈ സമീപകാലത്തൊന്നും ഇല്ലാത്ത തരത്തിലുള്ള സംയമനമാണ് ഈ കേസിൽ, ഈ സമരത്തിൽ സ്വീകരിച്ചത്. നിരവധി തവണ അക്രമം ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടും പോലീസ് തുടക്കം മുതൽ അവസാനം വരെ സംയമനം പാലിക്കുകയും ചെയ്തു. അതിനെ മറയാക്കിക്കൊണ്ട് നിരന്തരം തുടരെ പോലീസിനെ ആക്രമിക്കുന്ന സാഹചര്യം. അതിനുശേഷം VD സതീശൻ അവിടെ എത്തുകയും ഈ പ്രവർത്തകരെ വീണ്ടും സംഘം ചേർത്തുകൊണ്ട് DCC ഓഫീസിലേക്ക് പോയി. DCC ഓഫീസിന് മുന്നിൽ വെച്ചും സമാനമായി തന്നെയാണ് സംഭവം ഉണ്ടായത്. യാതൊരു പ്രകോപനവുമില്ലാതെ അവിടെ വെച്ചും പോലീസിന് നേരെ DCC ഓഫീസിനുള്ളിൽ നിന്ന് വലിയ കല്ലുകൾ വലിച്ചെറിയുന്നു. മാധ്യമപ്രവർത്തകർക്ക് നേരെ അടക്കമാണ് ഈ കല്ലുകൾ വന്ന് പതിച്ചത്. അവിടെ വെച്ചും പോലീസുകാർക്ക് പരിക്കേൽക്കുന്നു. അവിടെയും പോലീസ് സംയമനം പാലിച്ചു. പിന്നാലെയാണ് തൊട്ടപ്പുറത്തുള്ള ഈ DCC ഓഫീസിന്റെ തൊട്ടപ്പുറത്തുള്ള AR ക്യാമ്പിലേക്ക് ഒരു പിങ്ക് പോലീസ് വാഹനം, വനിതാ പോലീസുകാരുടെ വാഹനം കടന്നുപോയത്. ഈ പോലീസ് വാഹനം DCC ഓഫീസിന് മുന്നിലുള്ള റോഡിൽ വെച്ച്, നടു റോഡിൽ വെച്ച് ഈ പ്രവർത്തകർ തടയുകയും 3 വനിതാ പോലീസുകാർ ഉള്ളിലിരിക്കെ വാഹനം അടിച്ചു തകർക്കുകയും ചെയ്തു. അവരെ പുറത്തിറങ്ങാൻ പോലും അനുവദിച്ചില്ല എന്നുള്ളതാണ് ഗൗരവതരമായ കാര്യം. അവിടെ വെച്ചും ഈ ചില്ലുകൾ പതിച്ച് പോലീസുകാർക്ക് പരിക്കേൽക്കുന്നു. അപ്പോഴും ഈ പ്രതിപക്ഷ നേതാവ് VD സതീശനും യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനായ രാഹുൽ മാങ്കൂട്ടത്തിലും ഈ DCC ഓഫീസിന്റെ മതിൽക്കെട്ടിന് മുന്നിൽ കൈയും കെട്ടി നോക്കി നിൽക്കുന്ന കാഴ്ചയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോഴും ഇവരെ പിന്തിരിപ്പിക്കാനോ അത് ചെയ്യരുത് എന്ന് വിലക്കാനോ ഈ നേതൃത്വം തയ്യാറായില്ല എന്നുള്ളതാണ്. അപ്പോഴും പ്രോത്സാഹനം നൽകുകയാണ് നേതൃത്വം ചെയ്തത്. എന്തായാലും പോലീസുകാരെ വ്യാപകമായി ആക്രമിച്ച കേസിൽ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റിലായിരിക്കുന്നു, റിമാൻഡിലായിരിക്കുന്നു. 22-ാം തീയതി വരെയാണ് റിമാൻഡ് ചെയ്തിരിക്കുന്നത്. ഗൗരവതരമായ ആരോപണങ്ങളാണ് ഇയാൾക്കെതിരെ ഉള്ളത് എന്നാണ് മജിസ്ട്രേറ്റ് സൂചിപ്പിച്ചിരിക്കുന്നത്. എന്തായാലും അതിനൊപ്പം തന്നെ നേരത്തെ ഈ അറസ്റ്റ് രേഖപ്പെടുത്തിയ സമയം മുതൽ ചില മാധ്യമപ്രവർത്തകരുടെ ചോദ്യം പോലീസുകാരോടായാലും അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെയും കോൺഗ്രസ് നേതാക്കളുടെയും പ്രതികരണം നമ്മൾ കണ്ടതാണ്. അറസ്റ്റ് ചെയ്തത് നാടകീയ രംഗത്തോടെ എന്നാണ് അവർ ഇതിനെ വിശേഷിപ്പിച്ചത്. പക്ഷേ കൃത്യമായുള്ള നിയമ നടപടിയാണ്, സ്വാഭാവിക നടപടി മാത്രമാണ് ഈ കേസിൽ ഉണ്ടായിരിക്കുന്നത്. അതിനുള്ള മറുപടി നേരത്തെ സിറ്റി പോലീസ് കമ്മീഷണർ CH നാഗരാജ് തന്നെ വ്യക്തമാക്കിയതാണ്. ഏതൊരു കേസിലും തെളിവുകളാണ് പ്രധാനം. ഈ കേസിൽ കൃത്യമായ ദൃശ്യങ്ങളടക്കം തെളിവുകൾ പോലീസിന്റെ പക്കലുണ്ട്. പ്രതിയെ അറസ്റ്റ് ചെയ്യുന്ന സമയവും രീതിയും തീരുമാനിക്കുന്നത് പോലീസാണ്. എവിടെ വെച്ച് വേണമെങ്കിലും പ്രതിയെ
അറസ്റ്റ് ചെയ്യാം. ഈ കേസിൽ യാതൊരു പ്രത്യേകതയുമില്ല. എല്ലാ കേസിലും നടക്കുന്ന കാര്യം മാത്രമാണ് ഇവിടെയും നടന്നത്. പോലീസിനെ ആക്രമിച്ച് പൊതുമുതൽ നശിപ്പിച്ചാൽ രാഷ്ട്രീയം നോക്കില്ല, മുഖം നോക്കില്ല, ആരായാലും നിയമ നടപടി സ്വീകരിക്കുമെന്നുള്ള കാര്യം സിറ്റി പോലീസ് കമ്മീഷണർ CH നാഗരാജു വ്യക്തമാക്കി. കോടതിയിലും ഇക്കാര്യത്തിൽ വ്യക്തമായ മറുപടി മജിസ്ട്രേറ്റിന് മുന്നിൽ പോലീസ് നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പൊതുപരിപാടികളിൽ പങ്കെടുത്ത ആളാണ്, തിരുവനന്തപുരത്ത് അടക്കമുണ്ടായിരുന്ന ആളാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ. പക്ഷേ ആ തരത്തിൽ കസ്റ്റഡിയിൽ എടുക്കുന്ന സാഹചര്യം ഉണ്ടായാൽ, ഒരു പൊതു ഇടത്തിൽ വെച്ച് കസ്റ്റഡിയിൽ എടുക്കുന്ന സാഹചര്യം ഉണ്ടായാൽ അത് വലിയ ക്രമസമാധാന പ്രശ്നം സൃഷ്ടിക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു സമയം, അല്ലെങ്കിൽ രാവിലെ തന്നെ വീട്ടിലെത്തി ഇത്തരത്തിൽ നിയമത്തിന്റെ വഴിയിൽ നിയമപരമായി തന്നെ ഇയാളെ കസ്റ്റഡിയിൽ എടുക്കുകയും തിരുവനന്തപുരത്ത് കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിക്കുകയും അവിടെ നിന്ന് വൈദ്യപരിശോധന പൂർത്തിയാക്കി കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തത്. അങ്ങനെ സ്വാഭാവിക നടപടി, കൃത്യമായ നിയമപരമായുള്ള നടപടി മാത്രമാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് യാതൊരു വീഴ്ചയുമില്ലാതെ ഉണ്ടായിരിക്കുന്നത്. അതിനെയും വിമർശിച്ചുകൊണ്ടാണ് ഈ പ്രവർത്തകർ മുന്നോട്ട് പോകുന്നത്. അതിനൊപ്പം കോടതിയിൽ ഈ പ്രതിയെ ഹാജരാക്കാൻ കൊണ്ടുപോകുന്നതിന് തൊട്ട് മുൻപ്, അതായത് ഈ വൈദ്യ പരിശോധന പൂർത്തിയാക്കി ആശുപത്രിയിൽ നിന്ന് പുറത്തിറങ്ങുന്ന ഘട്ടത്തിലും പോലീസ് വാഹനം തകർക്കാനുള്ള ശ്രമമുണ്ടായി, പോലീസുകാരെ ആക്രമിക്കാനുള്ള ഒരു ശ്രമമുണ്ടായി, സംഘർഷം സൃഷ്ടിക്കാനുള്ള ശ്രമമുണ്ടായി. പോലീസ് വാഹനം തടഞ്ഞു നിർത്തുന്നു. പ്രതിയുമായി എത്തിയ പോലീസ് വാഹനം ഈ പ്രവർത്തകർ തടഞ്ഞു നിർത്തുന്നു. അവിടെ വെച്ച് പോലീസുമായി സംഘർഷമുണ്ടാകുന്നു. വളരെ പണിപ്പെട്ടാണ് പ്രതിയുമായി പോലീസ് വാഹനം കോടതിക്കുള്ളിലേക്ക് കടന്നു പോയത്. അതിനുശേഷം ഇപ്പോൾ റിമാൻഡ്, കോടതി വിധിന്യായം ഉണ്ടായ ശേഷം പ്രതിയുമായി പുറത്തിറങ്ങുമ്പോൾ പോലും ഈ അറസ്റ്റ് ചെയ്യാൻ പോയ ഉദ്യോഗസ്ഥരെ ആക്രമിക്കുന്ന സാഹചര്യം, പോലീസ് വാഹനം തടഞ്ഞു നിർത്തിക്കൊണ്ട് കോടതിക്കുള്ളിൽ നിന്ന് പുറത്തിറങ്ങി വരുന്ന കന്റോൺമെന്റ് പോലീസിന്റെ വാഹനം തടഞ്ഞു നിർത്തിക്കൊണ്ട് പോലീസുകാരെ ആക്രമിക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെ നിരന്തരം പോലീസുകാരെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഈ സമരം നടത്തുന്നത്. എന്തായാലും ഇനി ഈ മണിക്കൂറിന് ശേഷം എന്തായിരിക്കും സംഭവിക്കുക എന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടത്. ഈ പ്രതിയായ രാഹുൽ മാങ്കൂട്ടത്തലിനെ പൂജപ്പുര സെൻട്രൽ ജയിലിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. പക്ഷേ ഇവിടെ കൂടുതൽ പ്രവർത്തകരില്ല, കുറച്ച് പ്രവർത്തകർ മാത്രമാണ് ഇവിടെയുള്ളത്. ബാക്കി പ്രവർത്തകർ ഏത് തരത്തിലുള്ള അക്രമ സമരത്തിലാണ് പദ്ധതി ഒരുക്കി മാറി നിൽക്കുന്നത് എന്നാണ് ഇനി കണ്ടറിയേണ്ടത്. ഏത് തരത്തിലായിരിക്കും ഇനി ഈ അക്രമം മുന്നോട്ട് കൊണ്ടുപോവുക? നേരത്തെ കോടതിക്ക് മുന്നിൽ തന്നെ കണ്ടത് വലിയ ഒരു സംഘം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണ് പോലീസിന് നേരെ അക്രമം അഴിച്ചുവിടാൻ അവിടെ കൂട്ടം കൂടി എത്തിയത്. പോലീസ് വാഹനം വളരെ പണിപ്പെട്ട് മുന്നോട്ട് നീങ്ങുമ്പോഴും പുറകെ ഓടിപ്പോയി പോലീസ് വാഹനത്തിൽ ശക്തിയായി ആഞ്ഞടിക്കുന്നു, തകർക്കാൻ ശ്രമിക്കുന്നു, പോലീസുകാർക്കെതിരെ ഇത്തരത്തിൽ അസഭ്യം പറയുന്നു. ആ രീതിയിലാണ് പ്രവർത്തകർ അവിടെ നിലപാട് സ്വീകരിച്ചത്. ഇനി ഏത് തരത്തിലായിരിക്കും? രാവിലെ പല ജില്ലകളിലും, ആലപ്പുഴ അടക്കം നമ്മൾ കണ്ടത് പോലീസുകാർക്കെതിരെ അവിടെയും സംഘർഷം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന സാഹചര്യമായിരുന്നു. ഇനി ഈ രാത്രി സമയത്ത് രാഹുൽ റിമാൻഡിലായി കഴിഞ്ഞു, ജയിലിലേക്ക് പ്രവേശിപ്പിച്ചു കഴിഞ്ഞു. ഇനിയുള്ള ഈ സമയം എന്തായിരിക്കും സംഭവിക്കുക എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. ശരി, സെക്രട്ടേറിയറ്റിന് മുന്നിലെ അക്രമ സമരവുമായി ബന്ധപ്പെട്ട കേസിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യമില്ല. രാഹുൽ മാങ്കൂട്ടത്തിലിനെ റിമാൻഡ് ചെയ്തു. 22-ാം തീയതി വരെയാണ് റിമാൻഡ് ചെയ്തത്. വിശദാംശങ്ങളാണ് നിർവൻ ചക്രവർത്തിയും അനുരാഗും നൽകിയത്.